പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. കേരളത്തിൽ അടുത്ത കാലത്തായി നിരന്തരമായി നടന്നുവരുന്ന പ്രസവ മരണങ്ങളെ കുറിച്ചാണ് ആ വീഡിയോ ചെയ്തിരുന്നത്. ചില ചാനലിലുള്ള അവതാരകന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അക്കുപങ്ക്ചർ രീതിയിലുള്ള പ്രസവം, അക്കുപങ്ക്ചർ രീതിയിലുള്ള ഒരു പ്രസവം എന്നൊരു പ്രസവം സാധിക്കുമോ എന്ന കാര്യം ഇങ്ങനെ വിളിച്ചു പറയുന്ന ആളുകൾ ഒരു നിമിഷം ആലോചിക്കണം. അക്കുപങ്ക്ചർ രീതിയിലുള്ള പ്രസവം, അലോപ്പതി രീതിയിലുള്ള പ്രസവം, ഹോമിയോപ്പതി രീതിയിലുള്ള പ്രസവം, ആയുർവേദ രീതിയിലുള്ള പ്രസവം, ഇങ്ങനെ ഒരു പ്രസവം സാധിക്കുമോ എന്ന് നിങ്ങൾ ദയവായി ഒരു മിനിറ്റ് ആലോചിക്കൂ. മാനവരാശിയുടെ ചരിത്രം ആരംഭിച്ച കാലം മുതൽ, അഥവാ ചരിത്രത്തിനു മുമ്പുള്ള കാലം മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ, ഏറിപ്പറഞ്ഞാൽ ഖയാമത്ത് നാൾ വരെയും സ്ത്രീകൾക്ക് ഒറ്റ രീതിയിലുള്ള പ്രസവമേ ഉള്ളൂ. അതിൽ മാറ്റം വരുത്തുവാൻ പടച്ച തമ്പുരാൻ വിചാരിച്ചാലും സാധിക്കുമോ എന്നതാണ് എന്റെ സംശയം. അപ്പൊ ഇങ്ങനെ അക്കുപങ്ക്ചർ രീതിയിലുള്ള പ്രസവം എന്നൊക്കെ പറയുമ്പോഴും മലയാള ഭാഷയെ ഒരു അപമാനിക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അവർ ഉദ്ദേശിക്കുന്നത് ഏതായാലും അക്കുപങ്ക്ചർ എന്ന് പറയപ്പെടുന്ന എന്ന പേരിൽ കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു ചികിത്സ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസവവും ആ പ്രസവത്തെ സംഭവിക്കുന്ന മരണങ്ങളും ആണ്. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച കാര്യം, അക്കുപങ്ക്ചർ രീതി അഥവാ അക്കുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ ഇങ്ങനെ ഗർഭപരിചരണമോ പ്രസവമെടുക്കലോ ഒന്നും ഇക്കാലത്ത് ലോകത്ത് ഒരു രാജ്യത്തും നടക്കുന്നില്ല. അക്കുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെ തറവാടായ ചൈനയിൽ പോലും ഇങ്ങനെ നടക്കുന്നില്ല. എന്നാൽ അക്കുപങ്ക്ചർ പ്രസവത്തിൽ ഇടപെടാറുണ്ട്. അത് അനസ്തീസിയ കൊടുക്കുവാൻ വേണ്ടിയാണ്. അതായത് പ്രസവിക്കുന്ന സ്ത്രീകളുടെ വേദന ഒഴിവാക്കുവാൻ വേണ്ടി അക്കുപങ്ക്ചറിന്റെ വേദനാശമന ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് പെയിൻലെസ് ചൈൽഡ് ബർത്ത് എന്നൊരാശയം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അതല്ലാതെ ഗർഭപരിപാലനമോ പ്രസവം എടുക്കുന്ന പ്രൊസീജറോ ശിശു പരിപാലനമോ നവജാത ശിശുവിന്റെ പരിപാലനമോ ഒന്നും തന്നെ അക്കുപങ്ക്ചറിന്റെ പരിധിയിൽ ലോകത്ത് എവിടെയും ഇല്ല. ഇന്ത്യയുടെ ഈ മൂലക്കുള്ള കേരളം, തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു തമിഴ്നാടൻ കരിഗ്രോപ്പതി 1986 ശേഷം മാത്രം നിലവിൽ വന്ന ഒരു തമിഴ്നാടൻ തട്ടിപ്പ് ചികിത്സ ആണ് 5000 വർഷം പഴക്കമുള്ള ചൈനീസ് അക്കുപങ്ക്ചർ എന്ന പേരിൽ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പ്രചരിക്കുകയും അത് മുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസവം അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഈ കേരളത്തിലും ഒരുപക്ഷെ തമിഴ്നാട്ടിലും ഉണ്ടായേക്കാം. മാത്രമാണ് ഭാര്യ ഗർഭിണിയാവുന്നു. അങ്ങനെ ഭർത്താവ് കടയിൽ ചെന്ന് നല്ല ഷേവിംഗ് ബ്ലേഡും വാങ്ങിയിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ ഭർത്താവ് പ്രസവം എടുക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ്. ഡോക്ടർ വേണ്ട, ഗർഭപരിപാലനത്തിന് സ്കാൻ ചെയ്യേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങൾ അതെല്ലാം ഇതുമായി ഒരു ബന്ധമില്ലാത്ത വഴിയെ പോകുന്ന അക്കുപങ്ക്ചറിന്റെ തലയിൽ ആവുന്നു.
അപ്പൊ ഞാൻ തന്നെയും ഒരിക്കലൊരു ബാങ്കിൽ ഇരിക്കുമ്പോൾ ഞാനത് ബാങ്കിൽ ചെന്നിട്ട് പണം അടക്കാനുള്ള ഫോം ഇങ്ങനെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബാങ്കിലെ സെക്യൂരിറ്റി ഗാർഡ് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അദ്ദേഹം നമ്മൾ ചില കാലമായി അവിടെ കണ്ടിട്ടുള്ള നല്ല പരിചയക്കാരനാണ്. ആ ബാങ്കിലെ ജീവനക്കാരെല്ലാം വളരെ സൗഹൃദത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ചികിത്സ ചെയ്തിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഈ കണ്ണൂരിലെ എൻ്റെ അടുത്ത് തിരുവനന്തപുരക്കാരും നിലവിൽ ചികിത്സയിലില്ല, ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ചികിത്സയിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് മരിക്കുക? ഞാനാണെങ്കിൽ കറസ്പോണ്ടൻസ് ആയിട്ട് ചികിത്സിക്കുന്നു ഇല്ല എന്നൊരു തമാശ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളെ ഇതേ ചികിത്സ ചെയ്ത് ആണ് മരിച്ചത്. ഞാൻ പറഞ്ഞു, എന്റെ അതേ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, നിങ്ങളെ ഈ സൂചി ഉപയോഗിച്ചുള്ള അക്കുപങ്ക്ചർ ചികിത്സ. അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ ഏതായാലും എന്താണെന്ന് നോക്കാൻ വേണ്ടി ഗൂഗിളിൽ ആദ്യം ഒന്ന് അടിച്ചു, വല്ല വിവരമുണ്ടോ എന്താണ്. പിന്നെ യൂട്യൂബിലും തെരഞ്ഞപ്പോഴേക്കും റിപ്പോർട്ടുകൾ എന്റെ ശ്രദ്ധയിലേക്ക് വന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രസവം നടന്നിരിക്കുന്നു. അപ്പൊ ഭർത്താവാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് തോന്നുന്നു, മകളോ ബ്ലേഡെല്ലാം വാങ്ങി ചെയ്തു. അപ്പൊ അങ്ങനെ മരണമുണ്ടായി. സംഭവം ശരിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നമ്മുടെ ചികിത്സയല്ല, ഈ ചികിത്സ ഒരു തമിഴ്നാടൻ തരികിടോപ്പതിയാണ്, നമ്മുടെ ചികിത്സയുമായി ഒരു ബന്ധവുമില്ല, നമ്മുടെ അക്കുപഞ്ചറിൽ ഇങ്ങനെ പ്രസവെടുക്കുന്ന പരിപാടിയുമില്ല എന്നൊക്കെ അദ്ദേഹത്തോട് അവിടുന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നമ്മുടെ ചികിത്സ എന്താണെന്ന് തന്നെ അറിയാത്ത സ്ഥിതിയിൽ കാര്യം മനസ്സിലായോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പൊ അതിന് കഴിഞ്ഞ് ഞാൻ വന്നു. അപ്പോ ഇങ്ങനെ ഓരോ മരണം നടക്കുമ്പോഴും നമ്മളെ പ്രാക്ടീസിനെ അത് അഫക്ട് ചെയ്യുന്നു. അപ്പൊ ചില ആളുകൾ അക്കുപഞ്ചറിൽ നിന്ന് കേൾക്കുമ്പോൾ ചിരിക്കുന്ന അവസ്ഥയായി. കാരണം ഇതൊരു ആളെക്കൊല്ലി ചികിത്സ ആണ് എന്നാണ്. അപ്പോ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യന്റുകളോട് നാട്ടുകാരിങ്ങനെ പറയും, ഈടോ അതൊരു തട്ടിപ്പ് ചികിത്സയാണ്, അത് ചെയ്തിട്ട് ആള് ചത്തു പോകുന്നുണ്ട്, നീ ഇത് കണ്ടില്ലേ, ചാനലിൽ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെന്റിന് വരികയും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകൾക്കെല്ലാം അറിയാമെന്നതിനാൽ ഈ ദീർഘകാലത്തെ ബന്ധം കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളും അവരുടെ കെയർ ഓഫിൽ വരുന്ന ആളുകളൊക്കെ ആയത് അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് എന്താണെന്ന് അറിയാതെ പുതുതായി വരുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടു തന്നെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇതിനൊക്കെ വിശദീകരണം കൊടുക്കേണ്ട ഒരു പടാപ്പാട് നമ്മുടെ തലയിൽ വന്നു വീഴുന്നത്. ഇപ്പൊ റോഡിലെ നടന്നു പോകുന്ന ആളുടെ തലയിൽ തേങ്ങ വീണതുപോലെ ആരോ എന്തോ പണിയെടുത്ത് എന്തെങ്കിലും ജീവിച്ചോട്ടെ, അക്കുപഞ്ചറോ എന്തോ കുന്തമൊന്നും ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വിഷയത്തിൽ നിന്നും ഇടപെടാതെ അങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയും ഇതെല്ലാം അക്കുപഞ്ചറുടെ തലയിലാവുകയും നമുക്ക് കടുത്ത നാണക്കേട് ആയിത്തീരുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആയപ്പോഴാണ് ഇത്തരം വീഡിയോകൾ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി തീർന്നത്. അപ്പോ വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഏതാണ്ട് 2200 ഒക്കെ ആളുകളാണ് നിലവിലുള്ളത്. എന്നാൽ ഞാൻ ഈ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെ ഒന്ന് തുറന്നു നോക്കുമ്പോഴേക്ക് 25,000 ആളുകൾ അത് കണ്ടിരിക്കുന്നു. അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെ ആണ്. ഈ 2200 ചില്ലർ ആളുകളുള്ള ഈ ചാനൽ അതിലിട്ടൊരു വീഡിയോ 25,000 ആളുകൾ കാണുക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവം അല്ല. അപ്പോ ധാരാളം ആളുകൾ അത് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകൾ അടുക്കൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഏതായാലും ആ അജ്ഞാതരായ മനുഷ്യരോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്റെ ഈ
ഏതാണ്ട് 4 പതിറ്റാണ്ടോളം കാലത്തെ പ്രാക്ടീസിനിടയിൽ ഒരു തവണ ഞാൻ ഒരു പ്രസവത്തിന്റെ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കാൻ ഇടയായിട്ടുണ്ട്. മേൽനോട്ടം മാത്രമാണ്. അപ്പോ ഒരു പോലീസുകാരന്റെ ഭാര്യ അവർ കടുത്ത ആസ്മയുമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ അവര് ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഉള്ള മരുന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇൻഹേലർ കൊണ്ടെന്ന് തോന്നുന്നു, സ്റ്റീറോയിഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത്തരം ഒരു സാഹചര്യം വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും അവരുടെ ഡോക്ടർ തന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടാവാൻ പറ്റുകയില്ല, ഉടനെ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഈ മരുന്നൊക്കെ അവരുടെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുവാണല്ലോ, അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനത്തിൽ രണ്ടാമതൊരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നു. അങ്ങനെ ഈ കുട്ടി 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ഘട്ടത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഭാര്യയും കുട്ടി എന്റെ അടുക്കിലെത്തുകയും നമ്മളെ അക്കുപഞ്ചറിലേക്ക് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അതിശക്തമായ ശ്വാസമുട്ടൽ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നമ്മൾ സൂചി കൊണ്ട് പിടിച്ചു വെച്ച് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായി ഈ ശ്വാസം മുട്ടൽ എത്ര ശക്തിയിൽ അളയി കഴിഞ്ഞാലും ഇയാൾ ഈ സൂചി കൊണ്ട് നിർത്തിക്കും എന്നൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിത്തീരാൻ ഇടയായി. അപ്പോ പല രാത്രികളിലൊക്കെ ഇയാൾ വണ്ടി പിടിച്ചും ഒക്കെയും ഭാര്യയും കൂട്ടി എന്റെ വീട്ടിലും ഒക്കെ വന്നിട്ടുണ്ട് ശ്വാസമുട്ടലിൽ പെട്ടെന്ന് ഇളകിയ അവസരങ്ങളിൽ. അപ്പോ ഞാനാണെങ്കിൽ ഒരു തുടക്കക്കാരനായിരുന്നു. അപ്പോ വല്ല രീതിയിലുമൊക്കെയും നമ്മുടെ പ്രാക്ടീസിനെ ഒന്ന് പിടിച്ചു നിർത്തിക്കാനുള്ള പെടാപ്പാടിന്റെ ഇടയിൽ എന്ത് കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ശ്വാസമുട്ടൽ, ആ ഭാര്യയുടെ ശ്വാസമുട്ടൽ സൂചി കൊണ്ട് മാത്രം നിർത്തുവാൻ വേണ്ടി ഞാനും വളരെ കഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിൽ ആ സ്ത്രീയുടെ ശ്വാസമുട്ടൽ നിന്നു. മരുന്ന് വേണ്ട, സൂചി വേണ്ട, അങ്ങനെ ഒരു സ്റ്റേജായി അവർ നമ്മുടെ അടുക്കൽ വരുന്നതും നിന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പോലീസുകാരൻ എന്റെ അടുത്ത് വരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പൊ വൈഫിന് വലിയ കുഴപ്പം ഒന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വളരെ ഹാപ്പി. അങ്ങനെ അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ അത്, എന്റെ മോൻ ഇങ്ങനെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇനി രണ്ടാമതൊരു കുട്ടി വേണം എന്നും വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഇത്രയധികം മരുന്നുകൾ ഉപയോഗിക്കുന്നതിനാൽ ഒരു കുട്ടി കൂടി വേണമെന്ന ഇതിനെ ഡോക്ടർ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയത്. ഇപ്പൊ മരുന്നൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടാമതൊരു കുട്ടിയെ കുറിച്ചിട്ട് ആലോചിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, ഇതിനിടയിൽ വല്ല വിധേനയും ശ്വാസമുട്ടൽ ഉണ്ടായാൽ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, ഉണ്ടായാൽ എന്തു ചെയ്യും? നമ്മൾ ഇതുപോലെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാണോ ഓരോ പ്രാവശ്യം ഇളകുമ്പോ നമ്മൾ സൂചി കുത്തി അതിനെ പിടിച്ചു വെച്ചിരുന്നത്, അതുപോലെ നോക്കാം, നമുക്ക് മരുന്ന് ഉപയോഗിക്കാതെ നോക്കാം, നിങ്ങൾ ധൈര്യമായി പോകൂ. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി പോവുകയും ആ സ്ത്രീ പിന്നീട് ഗർഭിണിയായി തീരുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് വന്നു, ഇങ്ങനെ ഗർഭിണിയാവും, പരിശോധനയൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പൊ ഗൈനക്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണോ, നിങ്ങളുടെ നേതൃത്വത്തിൽ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഗൈനക്കോളജിസ്റ്റാണ്, നമ്മുടെ അക്കുപഞ്ചറിസ്റ്റാണ്. ഇപ്പൊ നമ്മുടെ പരിധിയിൽ ഉള്ള കാര്യം അല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴൊക്കെ പോകാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുവോ അപ്പോഴൊക്കെ പോവുകയും വേണ്ടുന്ന പരിശോധനകളും വേണ്ടുന്ന പരിചരണവും കൃത്യമായി വാങ്ങുക. എന്നാൽ അതിനിടയിൽ നിങ്ങൾക്ക് ആസ്മ ഉണ്ടായാൽ, അതായത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആസ്മ ഉണ്ടായാൽ നമുക്ക് മരുന്ന് ഉപയോഗിക്കാതെ ഈ സൂചി കൊണ്ട് പിടിച്ചു വെക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും പോയി. അപ്പോ ഞാൻ കൊടുത്ത ഈ വാക്കിന്റെയും അപ്പൊ എന്റെ ട്രീറ്റ്മെന്റിന്റെ അവരുടെ അനുഭവത്തിന്റെയും ബലത്തിൽ ആ സ്ത്രീയും ആ പോലീസുകാരനും മുന്നോട്ട് പോവുകയും ഗൈനക്കോളജിസ്റ്റിന്റെ നിയന്ത്രണത്തിൽ
മുന്നോട്ട് പോവുകയും ആവശ്യമായ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ട് സുഖമായി പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ പ്രസവിച്ച് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, വളരെ ഹാപ്പി, ഇങ്ങനെ പ്രസവം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അപ്പോ ഇനിയിപ്പോ നമുക്ക് അത്ര പേടിക്കാനില്ലല്ലോ. ഇനി വേണ്ടി വന്നാൽ, ഇനിയൊരു അവസരം വന്നാലും നമുക്ക് സൂചി കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാം, നിങ്ങൾ ധൈര്യമായി പോകും. അങ്ങനെ അദ്ദേഹം വീണ്ടും പോയി, പ്രശ്നമൊന്നും. അങ്ങനെ ഇരിക്കെ ഒരു 40 ദിവസമായപ്പോ ഒരു ഓട്ടോറിക്ഷ ടൂ 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 എന്ന് പറഞ്ഞ് നമ്മുടെ ക്ലിനിക്കിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ എനിക്ക് ജനലിലൂടെ കാണാം ഇങ്ങനെ വണ്ടി വരുന്നതൊക്കെ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ പോലീസുകാരൻ ഒരു വെള്ള തുണിയിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നു. ഈ സ്ത്രീയൊന്നുമില്ല, ഇദ്ദേഹം മാത്രം. ഞാൻ വെച്ച് ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നത്. ഞാനിങ്ങനെ ഇരുന്നു. അപ്പൊ ഇദ്ദേഹം കയറി വന്ന ഉടനെ കുട്ടിയെ എന്റെ കയ്യിൽ തന്നു. എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് അക്കുപങ്ക്ചറിന്റെ കുട്ടിയാണ്. ഞാൻ നിങ്ങളെ ഈ കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ തിരക്ക് പിടിച്ച് ധൃതിപ്പെട്ട് ഇങ്ങനെ 40 ദിവസം കാത്തിരിക്കുകയായിരുന്നു. 40 ദിവസമാകാതെ കുട്ടിയെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് 40 ആവട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ നിങ്ങളുടെ കയ്യിൽ തീർന്നു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കുട്ടിയെ വാങ്ങി ഒന്ന് ഇങ്ങനെ ഒരു പോക്കറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം പോയി. ഇതാണ് അക്കുപങ്ക്ചർ രീതിയിലുള്ള, അഥവാ നമ്മുടെ പത്രക്കാരൊക്കെ പറയുന്ന ഭാഷ പറഞ്ഞ അക്കുപങ്ക്ചർ രീതിയിലുള്ള പ്രസവം. ഇവിടെ ഞാനൊന്നും ചെയ്യേണ്ടി വന്നത് പോലും ഇല്ല. ഞാനും ഒന്നും ചെയ്തേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിരിക്കൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറകിലുണ്ട് എന്നൊരു വാക്ക്, ഒരു കോൺഫിഡൻസ് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുഴുവൻ പരിചരണവും മുഴുവൻ ശ്രദ്ധയും എല്ലാം എടുത്തത് ഗൈനക്കോളജിസ്റ്റ്. ഇതാണ് എന്റെ ഓർമ്മയിലുള്ള അക്കുപങ്ക്ചർ രീതിയിൽ എന്ന് മാധ്യമങ്ങൾക്ക് പറയാവുന്ന യഥാർത്ഥ പ്രസവം. അപ്പൊ ഈ ഒരു കഥ ഇന്നിവിടെ നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം. താങ്ക് യു.